ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക്കൽ ടേം. The process of raising the strength of a weak signal without any change in its general shape is known as faithful amplification. What is meant by faithful amplification? It is the process of raising the strength of a weak signal without any change in its general shape. അതായത് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഷേപ്പുകൾ ഏകദേശം ഒരു കോമൺ ജനറൽ ഷേപ്പ് ആയിരിക്കണം. ആ രീതിയിൽ നമുക്കൊരു സിഗ്നലിനെ വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ then that process is known as a faithful amplification. ഇനി ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്, ദെൻ മിനിമം പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ്, ദെൻ മിനിമം പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ടു ബി മെയിൻറ്റെയിൻ. ദ ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്, മിനിമം പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് VBE at any instant and minimum proper collector emitter voltage at any instant. ഈ മൂന്ന് കണ്ടീഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ ഓരോ കണ്ടീഷൻസ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. കണ്ടീഷൻസ് 1 ഉം 2 എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റും മിനിമം പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് അറ്റ് എനി ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ നമ്മൾ ഫോർവേഡ് ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്തു. അതായത് ബേസ് എമിറ്റർ റീജിയനിൽ നമ്മൾ ഫോർവേഡ് ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വണ്ണിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കളക്ടർ ബേസ് ജംഗ്ഷന് പ്രോപ്പറായിട്ട് റിവേഴ്സ് ബയാസിങ്ങും നടത്തിയിട്ടുണ്ടെന്നാണ്. അതായത് പ്രോപ്പർ റിവേഴ്സ് ബയാസിങ്ങും ഫോർവേഡ് ബയാസിങ്ങും നമ്മൾ രണ്ട് പാർട്ടിലും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഫസ്റ്റ് പാർട്ട് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റിൻ്റെ എന്താണെന്ന് നോക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രോപ്പറായിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസിങ് നടത്താം. ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല. കളക്ടർ ബേസ് ജംഗ്ഷനിൽ അവർ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പാർട്ടിൽ ഈ ഒരു സോഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എമിറ്ററിലേക്ക് നെഗറ്റീവ് പോയിട്ടുണ്ട്, കളക്ടറിലേക്ക് പോസിറ്റീവ് പോയിട്ടുണ്ട്. അതുപോലെ ബേസ് പൊട്ടൻഷ്യലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർ ബയാസിങ്ങിൻ്റെ പാർട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സൈനസോയ്ഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ സിഗ്നലിൻ്റെ ഈ രണ്ട് പാർട്ട് വരും. സിഗ്നൽ പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, നെഗറ്റീവ്. അപ്പം പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പാർട്ടിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇവിടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കും ഫോർവേഡ് ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്യും. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം നമുക്ക് ഔട്ട്പുട്ടിൽ കളക്ടറിൽ എങ്ങനെ വരും? കളക്ടർ ഇതിൻ്റെ ആംപ്ലിഫൈഡ് ഫോമായിട്ട് ഈ ഒരു ഫോമിലായിരിക്കും കളക്ടർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ടിൻ്റെ ഷേപ്പ് ഒരു സൈനസോയ്ഡൽ വേവാണ്, പ്യുവർ സൈനസോയ്ഡൽ വേവാണെങ്കിൽ ഔട്ട്പുട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേവാണ് നമുക്ക് കിട്ടുന്നത്. ആ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എൻ അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ഫിഗറിൽ നോക്കി നോക്കൂ. സെക്കൻഡ് ഫിഗറിൽ ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർ ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, VBB യൂസ് ചെയ്തിട്ട്. ദെൻ ഒരു VCC യൂസ് ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് ബയാസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറയാറുള്ള സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റാണ് ഇവിടെ ഈ ലൈൻ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. ഇത്രയും ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ടിൽ ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ഔട്ട്പുട്ട് സിഗ്നൽ വാരീസ് എബവ് ആൻഡ് ബിലോ ദിസ് സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇൻപുട്ട് വേവ് ഫോം ഇതാണ്, ഔട്ട്പുട്ട് വേവ് ഫോം ഇതാണ്. അപ്പോൾ ദർ ഇസ് എ ജനറൽ ഫോം, ദർ ഇസ് എ മെയിൻ്റനൻസ് ഓഫ് ദി ജനറൽ ഫോം ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇൻ ദ സെക്കൻഡ് കേസ് വി ക്യാൻ സേ ദാറ്റ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്. ഇനി ഈ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് കൊടുത്താൽ മാത്രം ദ വാല്യൂ ഓഫ് ദി സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് should be at least equal to the maximum collector current due to the signal alone. ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി equal to the maximum collector current due to the signal alone. സിഗ്നൽ മാത്രം വരുമ്പോൾ ഉണ്ടാവുന്ന
കറണ്ടിൻ്റെ കളക്ടർ കറണ്ടിൻ്റെ അത്ര തന്നെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കേസിൽ നമുക്ക് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത്, ഈ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഈ കേസിൽ അത് 1 മില്ലി ആംപിയർ ആണ്. ഇതിൻ്റെ വേരിയേഷൻ, സിഗ്നലിൻ്റെ വേരിയേഷൻ വന്നപ്പോൾ കളക്ടർ കറണ്ടിൻ്റെ വേരിയേഷൻ 1 മില്ലി ആംപിയറിൻ്റെ വേരിയേഷൻ ഈ അപ്പർ ഡയറക്ഷനിലും ലോവർ ഡയറക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇവിടെ നമ്മൾ 1 മില്ലി ആംപിയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് 2 മില്ലി ആംപിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ 2 മില്ലി ആംപിയർ ആവും, ഡിക്രീസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ അതെന്താവും, സീറോ വാല്യൂയിൽ വരും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം നമുക്കിവിടുന്ന് ഇതിലേക്ക് ഈ ഒരു ഫോമിലേക്കായിരിക്കും കിട്ടുന്നുണ്ട്. അതായത് ഒരിക്കലും ഏത് റീജിയനിലേക്ക്, കട്ട് ഓഫ് റീജിയനിലേക്ക് പോകുന്നില്ല. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറോ സിഗ്നൽ എന്ന് പറഞ്ഞ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. 0.5ലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് 1 ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1.5ലേക്ക് ഇൻക്രീസ് ചെയ്യും. 1 ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെവിടേക്ക് എത്തി, -0.5ലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കട്ട് ഓഫ് റീജിയൻ ആണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ആൾട്ടർ ചെയ്ത് ഇത്രയും പാർട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഈ ഒരു വേവ് ഫോം ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഇത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ അല്ല. അപ്പോൾ കണ്ടീഷൻ എന്താണ്, എത്രത്തോളം ഈ സിഗ്നലിന് കൊടുക്കുമ്പോൾ കളക്ടർ കറണ്ട് എത്ര വേരിയേഷൻ ഉണ്ടോ ആ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം കൊടുക്കുക. അതായത് ഇവിടെ വേരിയേഷൻ വരുന്നത് 1 മില്ലി ആംപിയറിൻ്റെ വേരിയേഷനാണ്. ഓൾറെഡി ഉള്ള 1 മില്ലി ആംപിയറിന് 1 മില്ലി ആംപിയറും കൂടെ നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോൾ വേരിയേഷൻ വരും. ആ ഒരു വേരിയേഷൻ മാക്സിമം എത്ര വേരിയേഷൻ കളക്ടർ കറണ്ട് പോസിബിൾ ആണോ ആ വേരിയേഷനുള്ള ഈക്വൽ ടു ആയിട്ടുള്ള കളക്ടർ കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഇതിനേക്കാളും കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ എന്താവില്ല, ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആയിരിക്കില്ല. സെക്കൻഡ് പാർട്ട് പറയുന്നത് പ്രോപ്പർ മിനിമം ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. നമുക്കറിയാം ഒരു പ്രോപ്പർ VB വാല്യൂ ഇതിൻ്റെ നമ്മൾ ജെർമേനിയം ക്രിസ്റ്റലിൻ്റെ കേസിൽ അത് 0.5 വോൾട്ടും സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ കേസിൽ അത് 0.7 വോൾട്ടുമാണ് ഈ VBൻ്റെ മിനിമം വാല്യൂ വരുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉള്ളൂ, സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതർവൈസ് അതെന്താണ്, ആ ഒരു ജംഗ്ഷൻ PN ജംഗ്ഷനിൽ അതിൻ്റെ ബയാസ് നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ പോലും ആവില്ല ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.5 വോൾട്ട് ഫോർ ജെർമേനിയം ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.7 വോൾട്ട് ഫോർ സിലിക്കൺ ട്രാൻസിസ്റ്റർ. സോ ദ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പാർട്ടിൽ കൊടുക്കുന്ന ബേസ് എമിറ്റർ റീജിയനിൽ കൊടുക്കുന്ന വോൾട്ടേജ്, ബയാസിങ് വോൾട്ടേജ് ഈ ഒരു വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതർവൈസ് ദ പ്രോപ്പർ മിനിമം ബേസ് എമിറ്റർ വോൾട്ടേജ് കണ്ടീഷൻ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് കേസ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ദെൻ തേർഡ് കണ്ടീഷൻ പറയുന്നത് പ്രോപ്പർ മിനിമം VCE അറ്റ് എനി ഇൻസ്റ്റൻ്റ് ആണ്. കളക്ടർ എമിറ്ററിലെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ഫോൾ ബിലോ 0.5 വോൾട്ട് ഫോർ ജെർമേനിയം ആൻഡ് 1 വോൾട്ട് ഫോർ സിലിക്കൺ ട്രാൻസിസ്റ്റർ. അതിന് നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. നീ വോൾട്ടേജിനേക്കാളും കുറവായി കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് റീജിയനിലേക്കാണ് അത് പോകുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് കംസ് ടു ദെൻ ഇറ്റ് വിൽ ഗോസ് ടു ദ സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഔട്ട്പുട്ടിൽ, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് സാച്ചുറേഷനിലേക്ക് പോവാതെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഇറ്റ് ഷുഡ് ബി ഇൻ ദ ആക്റ്റീവ് റീജിയൻ. അതായത് ഇതിൻ്റെയൊക്കെ എസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ട്രാൻസിസ്റ്ററിനെ നമ്മൾ അതിൻ്റെ ആക്റ്റീവ് റീജിയനിൽ പിടിച്ചു നിർത്തണം. അതുപോലെ ആക്റ്റീവ് റീജിയൻ്റെ കൂടെ തന്നെ ഒരു പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ സാധിച്ചു കഴിഞ്ഞാൽ ഇൻ ദാറ്റ് കണ്ടീഷൻ വി ക്യാൻ സേ ദാറ്റ് ദ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ടേക്സ് പ്ലേസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് the process of raising the strength of a weak signal without any change in its general shape has been maintained എന്ന് പറയാൻ പറ്റും. ഈ 3 കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ട്രാൻസിസ്റ്റർ ബയാസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് എ ടെക്നിക്കൽ ടേം വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോപ്പർ ഫ്ലോ ഓഫ് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് during the passage of signal. The proper flow of zero signal collector current and the maintenance of proper collector emitter voltage during the passage of signal, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത്. ബേസിക് പർപ്പസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഈസ് ടു കീപ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ പ്രോപ്പർലി ഫോർവേഡ് ബയാസ് and the collector emitter junction properly reverse biased during the application of the signal എന്ന് പറയാൻ പറ്റും. ഈ ഒരു
പ്രോപ്പർ ആയിട്ടുള്ള എമിറ്റർ ബേസ് വോൾട്ടേജും പ്രോപ്പർ ആയിട്ടുള്ള കളക്ടർ എമിറ്റർ വോൾട്ടേജും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്യൂട്ടിൽ ചെയ്യുന്ന ഡ്യൂറിങ് ദ പാസേജ് ഓഫ് സിഗ്നൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് ട്രാൻസിസ്റ്റർ ബയാസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നോക്കി നോക്കുക. ഒരു NPN സിലിക്കൺ ട്രാൻസിസ്റ്റർ ഹാസ് VCC 6 volt and the collector load RC 2.5 kilo ohm. Find the maximum collector current that can be allowed during the application of signal for faithful amplification. And the second part is minimum zero signal collector current required. രണ്ട് കേസുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് VCC 6 volt എന്ന് പറഞ്ഞിട്ടുണ്ട്, കളക്ടർ ലോഡ് RC 2.5 kilo ohm പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിലിക്കൺ ട്രാൻസിസ്റ്ററാണ്. സിലിക്കൺ ട്രാൻസിസ്റ്ററിൽ അതിന് മിനിമം വേണ്ട വോൾട്ടേജ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 volt ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം വോൾട്ടേജ് അലൗഡ് അക്രോസ് RC, അതായത് ടോട്ടൽ വോൾട്ടേജ് VCയും ദെൻ IC/RC ആയിട്ടാണ് മാറുന്നുണ്ട്, പ്ലസ് IC/RC. അപ്പോൾ അതിൽ VC നമുക്ക് മിനിമം 1 volt വേണം, 1 volt. ബാക്കി വരുന്നത് 6 volt വേണുള്ളത്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഈ IC/RC എന്ന് പറയുന്ന ഈ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് അത് എത്ര വോൾട്ടിലായിട്ട് നിൽക്കാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 volt. അപ്പോൾ RCക്ക് അക്രോസ് അലൗഡ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5 volt ആണ്. ഇനി അപ്പോൾ അതിൻ്റെ കളക്ടർ കറണ്ട് നമുക്ക് കാണാൻ പറ്റും. കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 mA ആണ്. അപ്പം മാക്സിമം അലൗഡ് ആയിട്ടുള്ള കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 mA ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ആണ്. മിനിമം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മാക്സിമം 2 വരെയാണ് ഈ കളക്ടർ കറണ്ടിന് പോകാൻ പറ്റുള്ളൂ. കളക്ടർ കറണ്ട് മാക്സിമം വാല്യൂ 2 mA ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എവിടെ മെയിൻറ്റെയിൻ ചെയ്താലും ഇതിൻ്റെ അപ്പ് വേരിയേഷൻ എവിടെ വരെ എത്താൻ പറ്റുള്ളൂ? 2 mA. അപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടെ നിങ്ങൾ ഒരു സിഗ്നൽ 1 mA വരെയുള്ള സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻക്രീസ് ചെയ്തിട്ട് എവിടെ വരെ എത്തും? 2 mA വരെ എത്തിക്കഴിഞ്ഞാൽ പോസിറ്റീവ് വേരിയേഷന് നമുക്ക് പറയാൻ പറ്റും 1 mA ആണ്. അപ്പോൾ നെഗറ്റീവ് വേരിയേഷൻ 1 mA ആകുമ്പോൾ വേവ് ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സപ്പോസ് നിങ്ങൾ അതിനേക്കാളും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. ഇതിനേക്കാളും കുറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? സപ്പോസ് നിങ്ങൾക്ക് കുറവായി കഴിഞ്ഞാൽ സപ്പോസ് മാക്സിമം ഇവിടെ 0.5 നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ 0.5 ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരിക്കലും 0.5 എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഇൻസ്റ്റൻറ്റ് നമുക്ക് സപ്പോസ് 0.5 എന്ന് നമുക്ക് ഇവിടേക്ക് മാക്സിമം ഇൻക്രീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 mA ആണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നത് ഇവിടെ മിനിമം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് റിക്വയർഡ് വിൽ ബി ഈക്വൽ ടു 1 mA. സോ അതിൻ്റെ മാക്സിമം പോകുന്നതിൻ്റെ ഹാഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മിനിമം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് റിക്വയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്യും. ഇനി അപ്പം റിവേഴ്സ് സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അത് 0 mA കുറയും. സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അത് 2 mA 1 mA 1 കൂടെ കൂടി 2 mA കൂടി വരും. അപ്പം ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. അതായത് ഈ കേസിൽ നമുക്ക് ഫസ്റ്റ് കേസ് പറഞ്ഞത് മാക്സിമം കളക്ടർ കറണ്ട് ആണ്. മാക്സിമം കളക്ടർ കറണ്ട് 2 mA ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ മിനിമം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 1 mA എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് നോക്കാനുള്ളത് സപ്പോസ് നമ്മളിങ്ങനെ കളക്ടർ കറണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും സം ഇൻഹിറൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് ദർ വിച്ച് ടെൻസ് ടു ചേഞ്ച് ദ മെയിൻറ്റെയിൻഡ് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ IC ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും ചിലപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ വെച്ചിരുന്നാൽ തന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാവും, ഈ ICയുടെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തതിന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ PC 107 അല്ലെങ്കിൽ BC 147 എന്നൊക്കെ പറഞ്ഞ ട്രാൻസിസ്റ്റർ അതേപോലത്തെ വേറൊരു ട്രാൻസിസ്റ്റർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയും. ബീറ്റ എന്ന് പറയുമ്പോൾ HFE മെഷർ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് 100 മുതൽ 600 വരെയുള്ള വേരിയേഷൻ പോസിബിളാണ്.
അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തത് ഇപ്പോൾ ഒരു 100 നമ്മൾ റീപ്ലേസ് ചെയ്തത് 600 നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്ത IC വാല്യൂയിലൊക്കെ വേരിയേഷൻ വരാനുണ്ട് ഇഫ് ട്രാൻസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് അനദർ ട്രാൻസിസ്റ്റർ. ഇനി ചിലപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഇപ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു ഇവിടെ കളക്ടർ കറണ്ടിൽ എന്തുണ്ട്, നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ആ ലീക്കേജ് കറണ്ടിൻ്റെ ഇഫക്റ്റ് കൊണ്ടും ഇവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, കളക്ടർ കറണ്ടിൽ വേരിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഈ റീസണെ കൊണ്ടൊക്കെ അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മളിപ്പം ഇങ്ങനെയെല്ലാം കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂസിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് നമ്മൾ വൺസ് ഫിക്സഡ് ആണെങ്കിൽ, വൺസ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇഫ് വി ചേഞ്ച് ദ ട്രാൻസിസ്റ്റർ ഓർ ഇഫ് ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദെൻ ദാറ്റ് ഫാക്ടർ ഷുഡ് നോട്ട് ഇഫക്റ്റ് ദ ബയാസ്ഡ് വാല്യൂസ് ഓർ ഇഫക്റ്റ് ദ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഇറ്റ് ഈസ് എ 0 സിഗ്നൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആൻഡ് 0 സിഗ്നൽ കളക്ടർ കറണ്ട്. ഈ രണ്ട് വാല്യൂസിലും ഒരിക്കലും എന്ത് വരാൻ പാടില്ല, നമ്മൾ ഈ എക്സ്റ്റേണൽ പ്രോപ്പർട്ടീസിനെ കൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ കൊണ്ട് ഇതിൽ ഡിപ്പെൻഡൻസ് വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത കളക്ടർ കറണ്ടിനെ ട്രാൻസിസ്റ്റർ ചേഞ്ചസ് റാപ്പിഡ്ലി വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് ട്രാൻസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ട്രാൻസിസ്റ്റർ ഓഫ് ദി സെയിം ടൈപ്പ്. ഈ രണ്ട് റീസണെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കളക്ടർ കറണ്ടിൽ ചേഞ്ച് വരാൻ പറ്റും. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻഹിറൻറ്റ് വേരിയേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ HFE അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെ കൊണ്ടൊക്കെ ഉള്ള വേരിയേഷനെ കൊണ്ട് കളക്ടർ കറണ്ടിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോഴും എന്ത് ചാൻസ് ഉണ്ട്, അതിൻ്റെ കളക്ടർ കറണ്ടിലും അതുപോലെ കളക്ടർ എമിറ്റർ വോൾട്ടേജിലൊക്കെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷനിൽ സെറ്റ് ചെയ്ത ഒരു കാര്യം പെട്ടെന്ന് അത് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് this is the process of making operating point independent of temperature changes or variations in transistor parameters is known as stabilization. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്ങിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറും ഇൻഡിപെൻഡൻറ്റ് ഓഫ് വേരിയേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ മേക്ക് ചെയ്യുന്നതിന് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ സ്റ്റെബിലൈസേഷൻ ആവശ്യം, നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ മീൻസ് ഫസ്റ്റ് ഈ 3 പോയിൻറ്റ്സ് നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ടാണ് സ്റ്റെബിലൈസേഷന് ആവശ്യമെന്ന്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC ആണ്. ദെൻ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമൽ റൺ അവേ ആണ്. ഈ 3 പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC, ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, തെർമൽ റൺ അവേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബീറ്റ IB പ്ലസ് ICEO ആണ്. അവർ ബീറ്റ IB പ്ലസ് നമുക്ക് ICBOൻ്റെ ടേംസിലാണെങ്കിൽ ഇറ്റ് ഈസ് ബീറ്റ പ്ലസ് 1 ICBO. ഈ ICO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഇറ്റ് ഈസ് കളക്ടർ എമിറ്റർ ലീക്കേജ് കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ ആൻഡ് ICBO ഈസ് കളക്ടർ ബേസ് ലീക്കേജ് കറണ്ട് വെൻ കളക്ടർ ബേസ് ലീക്കേജ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ സപ്പോസ് നമുക്കൊരു 10 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ എവിടെയും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ICBOൻ്റെ വാല്യൂയിലും അതുപോലെ ICOൻ്റെ വാല്യൂയിലൊക്കെ ഒരുപാട് ചേഞ്ച് വരും. എ റൈസ് ഓഫ് 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് ഡബിൾസ് ദ കളക്ടർ ലീക്കേജ് കറണ്ട് which may be as high as 0.2 milliampere for low powered germanium transistors. ഒരു 10 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ കളക്ടർ ലീക്കേജ് കറണ്ട് എന്നുള്ള ഫാക്ടർ 0.2 milliampere ഓർഡറിലേക്ക് വരും. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യുന്ന ICൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 milliampere ആണ്. 1 milliampere 0.2 milliampere എന്ന് പറയുമ്പോൾ 20% ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൺസ് IC ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു IC ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് വൺസ് എന്തെങ്കിലും കാരണത്താൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ
സർക്യൂട്ട് ഇറ്റ്സെൽഫ് അത് ബാലൻസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ സർക്യൂട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യും, ICOയും ICBയും ഇൻക്രീസ് ചെയ്യും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യാനുള്ള ഒരു മെയിൻ്റനൻസ് സർക്യൂട്ട് തന്നെ നടത്തും. അങ്ങനെയുള്ള ഒരു സർക്യൂട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്റ്റെബിലൈസ്ഡ് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ ഫസ്റ്റ് നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC ആണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഒരു മസ്റ്റാണ് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ആണ്. ഇൻഡിവിജ്വൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ബീറ്റ ആൻഡ് VBE ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം ഫോർ എനി ടു ട്രാൻസിസ്റ്റേഴ്സ് ഈവൺ ഓഫ് ദി സെയിം ടൈപ്പ്. സെയിം കമ്പനി ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് പോലും ബീറ്റും VBE എന്തായിരിക്കും സ്ലൈറ്റ് ചേഞ്ചസ് എന്തായാലും മാനുഫാക്ചറിങ്ങിൽ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിനെ വേറെ കാൽക്കുലേഷൻ നടത്തി വേറെ ട്രാൻസിസ്റ്ററായിട്ട് റിപ്ലേസ് ചെയ്യുമ്പോൾ പോലും ഇവിടെ എന്ത് ചാൻസ് ഉണ്ട്, IC വാല്യൂ ചേഞ്ച് ചെയ്യാൻ വരും. സോ അതിൻ്റെ ഫർദർ VBE ഇറ്റ്സെൽഫ് ഡിക്രീസസ് വിത്ത് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇതിൽ നമുക്ക് VBE ഇറ്റ്സെൽഫ് ഡിക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് VBE ഡിക്രീസ് ചെയ്യും. And when a transistor is replaced by another of the same type, this variation change the operating point, and this necessitates to stabilize the operating point, that to hold a IC constant irrespective of individual variation. So the second property says that the value of beta and VB are not exactly the same for two transistors of the same type. So if there is a chance of replacing any transistor with another type, there is a change in all the values of parameters, so that will affect the value of IC എന്ന് പറയാൻ പറ്റും. ദെൻ അടുത്ത പ്രോപ്പർട്ടി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് തെർമൽ റൺ അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തെർമൽ റൺ അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് ICയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ICBO എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ സപ്പോസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, ഈ എക്സ്പ്രഷനിൽ ICBO ഇൻക്രീസ് ചെയ്യും. ICBO ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് IC ഇൻക്രീസ് ചെയ്യും. IC ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ICBO ഇൻക്രീസ് ചെയ്യും. ICBO ഇൻക്രീസ് ചെയ്യുമ്പോൾ IC ഇൻക്രീസ് ചെയ്യും. IC ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് പിന്നെയും എന്ത് ചെയ്യും, ഈ ICBO ഇൻക്രീസ് ചെയ്യും. അതായത് വൺസ് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ട് ഈ കളക്ടർ കറൻറ്റിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് അതുപോലെ അവസാനം കളക്ടർ കറൻറ്റിനെ ഒരു ബിയോണ്ട് ലിമിറ്റിലേക്ക് ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള ലിമിറ്റിൻ്റെ ബോയിലേക്ക് എത്തിക്കഴിയും. അതായത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളക്ടർ കറൻറ്റ് ഞാൻ പറഞ്ഞു ഓരോ ട്രാൻസിസ്റ്ററിനും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കളക്ടർ കറൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കളക്ടർ കറൻറ്റ് ലിമിറ്റ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ദ ട്രാൻസിസ്റ്റർ ഡിസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ആ ഡിസ്ട്രക്ഷനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, തെർമൽ ഡിസ്ട്രക്ഷൻ. ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് എ അൺബയാസ്ഡ് അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ഈസ് നോൺ ആസ് ദ തെർമൽ റണ്ണർ. സെൽഫ് ഡിസ്ട്രക്ഷനാണത്. സ്റ്റെബിലൈസേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിൽ നടക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇത് തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു 3 ഫാക്ടറിനെ കൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ബയാസിങ് മാത്രം നടത്തിയാൽ പോരാ, ബയാസിങ് സ്റ്റെബിലൈസ്ഡ് ബയാസിങ് ആയിരിക്കും. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്, സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്, സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് ഈസ് essential because of the 3 reasons. The reasons are, first one, the proper temperature dependence of IC, second one is the individual variations, and third one is the thermal runaway. Each one is interconnected with one another. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറൈസ് ചെയ്യാൻ ഒരു മാത്തമാറ്റിക്കൽ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, സ്റ്റെബിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എസെൻഷ്യൽസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ബയാസിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് എൻഷുർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഷുഡ് എൻഷുർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. നേരത്തെ നമ്മൾ 2 കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. VCയും VBയും മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, അതുപോലെ പ്രോപ്പർ 0 സെക്കൻഡിൽ കളക്ടർ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നമുക്ക് ബയാസിങ് കൊണ്ട് കിട്ടും. പക്ഷേ ആ ബയാസിങ് നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റെബിലൈസ്ഡ് ബയാസിങ് പോയിൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടേമാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്.
സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കളക്ടർ ലീക്കേജ് കറൻറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് ഐ ബി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെബിലിറ്റി ഫാക്ടർ. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DIC ഡിവൈഡഡ് ബൈ DICO. പ്രോപ്പർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറൻറ്റ് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ ലീക്കേജ് കറൻറ്റ്, അത് അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് ഐ ബി. അതിന് ആ ഫാക്ടറിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ICO സ്റ്റാൻഡ്സ് ഫോർ ICBO ആണ് ആക്ച്വലി കേട്ടോ. ICBO എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി DIC ഡിവൈഡഡ് ബൈ DICBO ആണ്, DICBO. ഓക്കെ, ഇനി ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഓരോ കേസിലും അനുസരിച്ചിട്ട്. സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂവിന് ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ 50 ആണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ദാറ്റ് ഈസ് IC ചേഞ്ചസ് 50 ടൈംസ് ഫോർ സിംഗിൾ ചേഞ്ച് ഇൻ ICBO ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോൾ IC 50 പ്രാവശ്യം ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ 50 എന്ന് പറയും. അതുകൊണ്ട് ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കണം. ഐഡിയൽ സിറ്റുവേഷനിൽ എസിൻ്റെ വാല്യൂ, സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. ഇപ്പോൾ അത് കൂടിക്കഴിയും തോറും സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടും തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കണം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. നമുക്ക് IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO എന്ന് പറഞ്ഞുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ICBO ആണ് കേട്ടോ ഇവിടെ. ICO എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ICBO ആണ്. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് നമ്മൾ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു IC. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DIC ബൈ DIC 1 കിട്ടും നമുക്ക്, 1. ദെൻ സെക്കൻഡ് കേസിൽ ഇറ്റ് ഈസ് ബീറ്റ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ IBൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ DIB ബൈ DIC പ്ലസ് ബീറ്റ പ്ലസ് 1ഉം കോൺസ്റ്റൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് DICBO ഡിവൈഡഡ് ബൈ DIC എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം അതുപോലെ ബീറ്റ DIB ഡിവൈഡ് ബൈ DIC എന്ന് എഴുതി പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു നമുക്ക് ഇവിടെ നമ്മൾ എസ് ഡിഫൈൻ ചെയ്ത് DIC ഡിവൈഡഡ് ബൈ DICB. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ DICO ഡിവൈഡഡ് ബൈ DIC ആണ്. അത് 1/S ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫാക്ടർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ എടുക്കുന്നത് ഈ ഫാക്ടർ എടുത്ത് 1 മൈനസ് ബീറ്റ DIB ബൈ DIC എന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ബീറ്റ പ്ലസ് 1. ഈ ഒരു പാർട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് മൈനസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? 1 ബീറ്റ പ്ലസ് 1 അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എസ് വിൽ ബി ഈക്വൽ ടു തിരിച്ചിങ്ങോട്ട് വരും. ബീറ്റ മുകളിലേക്കും ഈ ടേം താഴേക്ക് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കണം. ദ എക്സ്പ്രഷൻ ഫോർ എസ് ഈസ് ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. നമുക്ക് പല കേസിൽ ഇനി യൂസ് ചെയ്യാനുള്ള എക്സ്പ്രഷനാണ്. ഓരോ കേസ് നമ്മൾ പഠിക്കും തോറും ഈ ഒരു വാല്യൂ നമ്മൾ കാണണം. അപ്പോൾ നമ്മളൊരു ബയാസിങ് ഡിസൈൻ ചെയ്യും, അതിൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസ്ഡ് ബയാസ്ഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യും. അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. എസ് എസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. ഓക്കെ.